ചരിത്രപാഠം എപ്പിസോഡ് 19 നിഖ്യ സൂനകദോസിലെ ഇന്ത്യൻ സാന്നിധ്യം. 318 മെത്രാന്മാർ നിഖ്യ സൂനകദോസിൽ പങ്കെടുത്തു എന്നാണ് ചരിത്രത്തിൽ കാണുക. സഭാചരിത്രകാരനും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഔദ്യോഗിക ചരിത്രകാരനും ആയിരുന്ന ചെസറിയായിലെ യൂസേബിയൂസ് എഴുതിയിരിക്കുന്നത് ഭൂമിയുടെ എല്ലാ ദേശത്തു നിന്നും വന്നവർ ഇതിൽ പങ്കെടുത്തു എന്നാണ്. അദ്ദേഹം രേഖപ്പെടുത്തുന്നത് സിറിയ, സിലീഷ്യ, ഫിനീഷ്യ, അറേബ്യ, പലസ്തീന, ഈജിപ്റ്റ്, ലിബിയ, മെസപ്പൊട്ടോമിയ, പോന്തസ്, കപ്പദോഷ്യ, ഏഷ്യ, ഫ്രീജിയ, പംഫീലിയ, ത്രേസ്, മാസിഡോണിയ, അക്കായിയ, എപ്പിറസ്, സ്പെയിൻ, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നും മെത്രാന്മാർ ഈ സിനഡിൽ പങ്കെടുത്തു എന്നാണ്. പേർഷ്യയിൽ നിന്നും ഒരു മെത്രാൻ ഇതിൽ പങ്കെടുത്തു എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ കൗൺസിലിൽ ഇന്ത്യയിൽ നിന്നും ഒരു മെത്രാൻ പങ്കെടുത്തു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതിന് കാരണം ഈ കൗൺസിലിൽ പങ്കെടുത്തവരിൽ ഒരാൾ പേർഷ്യയുടെയും ഇന്ത്യയുടെയും മെത്രാൻ എന്നാണ് ചില ചരിത്രരേഖകളിൽ കാണുക. നിഖ്യ കൗൺസിലിൻ്റെ യഥാർത്ഥ ഒറിജിനൽ രേഖകൾ സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിട്ടില്ല. കാരണം സൂക്ഷിച്ചു വയ്ക്കത്തക്ക രീതിയിൽ സെക്രട്ടറിമാർ അത് രേഖപ്പെടുത്തിയില്ല എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. എങ്കിലും കൗൺസിലിനെ പറ്റിയുള്ള കാര്യങ്ങൾ മിക്കതും മറ്റ് രേഖകളിൽ നിന്നും അതിൽ പങ്കെടുത്തവരുടെ കുറിപ്പുകളിൽ നിന്നും വ്യക്തമാണ്. ഉദാഹരണമായി ചെസറിയായിലെ യൂസേബിയൂസ് മെത്രാൻ വളരെയേറെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കൗൺസിലിനെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഈ കൗൺസിലിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ നിന്നും ഈ കൗൺസിലിനെ കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ അറിയാനാകും. നിഖ്യ കൗൺസിലിലെ തീരുമാനങ്ങളും കാനോനുകളും കൃത്യമായി ലഭ്യമാണ്. എങ്കിലും അതിൻ്റെ നടത്തിപ്പിൻ്റെ രീതികളും തുടർ നടപടികളും പങ്കെടുത്തവരുടെ പേരുകളുമാണ് ആദ്യകാല രേഖകളിൽ കാണാത്തത്. ഈ കൗൺസിലിൽ പങ്കെടുത്തവരുടെ ഒരു ലിസ്റ്റ് സിസിക്കൂസിലെ ജലാസിയൂസ് 475 തയ്യാറാക്കിയിട്ടുണ്ട്. പത്രോളജിയ ഗ്രേക്ക വാല്യം 85 1314 മുതലുള്ള പേജുകളിൽ ഇത് കാണാം. ഈ ലിസ്റ്റിൽ അദ്ദേഹം എഴുതുന്നത് നിഖ്യയിൽ പങ്കെടുത്ത ഒരു മെത്രാൻ പേർഷ്യയുടെയും ഇന്ത്യയുടെയും മെത്രാനായ ജോൺ എന്നാണ്. കൗൺസിലിന് ശേഷം ആദ്യമായി ഔദ്യോഗികമായ ലിസ്റ്റ് തയ്യാറാക്കുന്ന ജലാസിയൂസ് ആണ്. മാത്രമല്ല മെത്രാൻ്റെ പേര് കൂടി കൃത്യമായി രേഖപ്പെടുത്തുന്നു. എങ്കിൽ പേർഷ്യയുടെയും ഇന്ത്യയുടെയും എന്നുള്ളത് കൂടുതൽ വിശ്വാസ്യമാണ്. നിഖ്യ കൗൺസിലിനെ പറ്റി പഠനം നടത്തിയ ഗസ്ലർ എന്ന ചരിത്രകാരൻ ഈ ലിസ്റ്റിനെ പറ്റി കൂടുതൽ പഠിച്ചു. അദ്ദേഹം പറയുന്നത് ജലാസിയൂസ് 475 ഈ ലിസ്റ്റ് തയ്യാറാക്കുന്ന കാലത്ത് പേർഷ്യൻ സഭയും ഇന്ത്യൻ സഭയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു. പേർഷ്യയിൽ നിന്ന് മെത്രാന്മാരും ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയിരുന്നു എന്ന്. 410 സെലൂഷ്യയിൽ നടന്ന മാർ ഐസക്കിൻ്റെ സിനഡിന് ശേഷമോ സിനഡിനോട് കൂടിയോ ആണ് ഔദ്യോഗികമായി സെലൂഷ്യൻ സഭ മെത്രാന്മാരെ കേരളത്തിലേക്ക് അയച്ചു തുടങ്ങിയത്. അതിനാൽ 4-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെ ഇന്ത്യയിലെ സഭ സ്വതന്ത്രമായിരുന്നു. 5-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലാണ് ഹൈറാർക്കിക്കൽ ബന്ധം പേർഷ്യൻ സഭയുമായി സ്ഥാപിക്കപ്പെടുന്നത്. എങ്കിൽ ജലാസിയൂസ് 475 ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് പേർഷ്യയിലെ മെത്രാന് ഇന്ത്യയിലെ സഭയുടെ മേലും അധികാരം ആയിക്കഴിഞ്ഞിരുന്നു. അതിനാൽ കൗൺസിലിൻ്റെ കാലത്തും ഇന്ത്യയിലെ സഭയുടെ അധികാരി പേർഷ്യയിലെ പാത്രിയാർക്കീസാണ് എന്ന അനുമാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പേർഷ്യയിലെയും ഇന്ത്യയിലെയും മെത്രാനായ ജോൺ എന്ന് എഴുതുന്നത്. ഇന്ത്യയിലെ സഭയ്ക്കും നിഖ്യ സൂനകദോസിൽ പ്രാതിനിധ്യം കൊടുക്കുന്നത് ചരിത്രപരമായി തെറ്റായി കണക്കാക്കാൻ ആവില്ല എന്നും ഇന്ത്യയിലെ സഭയുടെ 4-ാം നൂറ്റാണ്ടിലെയും അതിന് മുൻപുള്ള അസ്തിത്വത്തെ അംഗീകരിക്കലുമാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.